കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. പക്ഷെ അത് ഞാൻ അല്പം ഒന്ന് വ്യത്യാസപ്പെടുത്തുകയാണ്. കൊടുത്താൽ വിഴിഞ്ഞത്തും കിട്ടും. അതായത് ഇവിടെ നമ്മുടെ ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മെയ് 2 വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് അത് രാഷ്ട്രത്തിന് സമർപ്പിക്കുകയാണ് അദ്ദേഹം. ഒരു വലിയ മഹനീയമായ ഒരു ചടങ്ങാണ്. കാരണം പണ്ട് സർ CP-യുടെ കാലം മുതലുള്ള ഒരു ആലോചനയാണ് ഇവിടെ വിഴിഞ്ഞത്ത് ഒരു അന്താരാഷ്ട്ര സീപോർട്ട് വേണം, ഇൻ്റർനാഷണൽ സീപോർട്ട് വേണം എന്നുള്ളത്. കാരണം അത് വിഴിഞ്ഞത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മുടെ കൊളംബോ, സിംഗപ്പൂർ തുടങ്ങിയ അവിടേക്കാണല്ലോ മദർഷിപ്പുകൾ കൂടുതലായിട്ട് വരുന്നത്. ആ സീപോർട്ടുകളെക്കാൾ പോലെ തന്നെ നാച്ചുറലി ഫോംഡാണ് വിഴിഞ്ഞത്തുള്ള ഈ സീപോർട്ടിന് ഉള്ള സൗകര്യം എന്ന് പറയുന്നത്. കാരണം അവിടെ കപ്പൽ ചാലിന് ആഴമൊന്നും കൂട്ടേണ്ട കാര്യമില്ല. മാത്രമല്ല, അന്താരാഷ്ട്ര കപ്പൽ ഈ ചാലുണ്ടല്ലോ, ആ കപ്പൽ ചാലിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട്. അപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് അത് യാഥാർത്ഥ്യമാകുന്നത്. ഏതാണ്ട് ഈ വർഷം ആണ്, ഏതാണ്ട് കഴിഞ്ഞ ഡിസംബർ കഴിഞ്ഞപ്പോൾ മുതലെങ്ങാണ്ട് അവിടെ കപ്പലുകൾ വന്നു തുടങ്ങി. ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ മദർഷിപ്പ്, ഒരു തുർക്കിയുടെ കപ്പൽ, അത് പോലും ഇവിടെ വന്നു കഴിഞ്ഞു. ഏറ്റവും വലിയ കണ്ടെയ്നേഴ്സ് മാത്രം കൈകാര്യം ചെയ്യുന്ന, അതായത് 20 അടി നീളമുള്ള കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന കപ്പലുകളാണത്. അത് മദർഷിപ്പ് സാധാരണ വരാറില്ല ഇവിടെ സാധാരണ പോർട്ടുകളിൽ. അപ്പോൾ നമുക്ക് വിഴിഞ്ഞത്ത് വരും. ഇവിടെ നമുക്ക് വല്ലാർപാടത്താണെങ്കിലും മദർഷിപ്പിന് ഇങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല, കുറച്ച് ദൂരെ വരാൻ പറ്റുള്ളൂ. വരണമെന്നുണ്ടെങ്കിൽ കപ്പൽ ചാലിൻ്റെ ആഴം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണം. അത് ചിലവുള്ള കാര്യമാണ്, ഡ്രഡ്ജിങ് നടത്തിക്കൊണ്ടിരിക്കണം. പക്ഷേ നമുക്ക് ഈ വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഡ്രഡ്ജിങ്ങിൻ്റെ ആവശ്യമില്ല അവിടെ. കാരണം അവിടെ അത് തന്നെ അത്രത്തോളം ആഴമുള്ള സ്ഥലം തന്നെയാണ്, നാച്ചുറലി ഫോംഡാണ്. അത് പ്രകൃതി തന്നെ കനിഞ്ഞനുഗ്രഹിച്ച് ഇന്ത്യക്ക് തന്ന ഒരു സീപോർട്ട് എന്ന് തന്നെ പറയാം ആ ഭാഗം. ഇപ്പോൾ അത് ഡെവലപ്പ് ചെയ്തു. അവിടെ കൂറ്റൻ ക്രെയിനുകൾ, ആ ക്രെയിനുകൾ എന്നൊക്കെ പറയുന്നത് സ്ഥാപിച്ചേക്കുന്നത് അതെല്ലാം ചൈനയിൽ നിന്ന് ഇമ്പോർട്ടഡ് ആണ് മുഴുവൻ. ആ ക്രെയിനുകളെല്ലാം അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു, എല്ലാം റെഡിയാണ്. ഇനിയിപ്പോൾ അത് മാത്രമല്ല, AI സാങ്കേതിക വിദ്യയിലാണ് അവിടെ ഈ കണ്ടെയ്നറുകളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ അകത്ത് അതിനകത്ത് പോർട്ടിനകത്ത് ഈ രീതിയിലുള്ള സൗകര്യം. അതായത് ഒരു കപ്പൽ വന്നു നിന്ന് 2 കപ്പലുകൾക്ക്, 2 മദർഷിപ്പുകൾക്ക് ഒരേ സമയം ബർത്ത് ചെയ്യാനുള്ള ഒരു സൗകര്യം ഈ പോർട്ടിനുണ്ട്, ഈ സീപോർട്ടിനുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നാഴികക്കല്ലാണത്. യഥാർത്ഥം ഈ പ്രോജക്റ്റ് ഇന്ത്യയുടെ പ്രോജക്റ്റാണ്, കേരളത്തിൻ്റെ പ്രോജക്റ്റ് എന്ന് നമ്മൾ പറയുന്നെന്ന് പറഞ്ഞാൽ അത് വാചകം പറയുന്നേ ഉള്ളൂ. ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് തുടങ്ങിയതാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു അവസാന ഭാഗമായി എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി ചെയ്യുന്ന, കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വത്തിൽ ചെയ്യുന്ന, വലിയ മുതൽ മുടക്കിൽ ചെയ്യുന്ന ഒരു പോർട്ട് തന്നെയാണത്. അപ്പോൾ അതിൻ്റെ ഈ ഉദ്ഘാടന ചടങ്ങ് വന്നപ്പോൾ അത് മെയ് 2 നടക്കാൻ പോകുന്നത്. തിരുവനന്തപുരത്തിൻ്റെ MP എന്നുള്ള നിലയ്ക്ക് ശ്രീ ശശി തരൂരിന് അതിലെന്തായാലും ഒരു സ്ഥാനം കിട്ടും. അപ്പോൾ ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല എന്ന് ഒരു വലിയ ആക്ഷേപം ഉയർന്നപ്പോൾ ഇന്നലെ മെനഞ്ഞാന്നത്തെ തീയതിയിട്ട് ഇന്നലെ ഒരു കത്ത് കൊണ്ട് കൊടുത്തു കേട്ടോ. അവിടെ അദ്ദേഹത്തിന് കൊടുത്തതിനകത്ത് എന്തിനു ചെല്ലണമെന്നൊന്നുമില്ല, ഇങ്ങനെ പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, ഒന്ന് വന്നാൽ നല്ലതാണ്, സൗകര്യം കിട്ടുന്നെങ്കിൽ എന്നുള്ള ഒരു രീതിയിൽ ഒരു ചെറിയ ക്ഷണം, അതേ ഉള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് ആദ്യം ഇങ്ങനൊരു പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല, മുഖ്യമന്ത്രിയുടെ ഒരു ഫംഗ്ഷനായിട്ട് വരുന്നതാണിത് എന്നുള്ള ഒരു രീതി വന്നു കഴിഞ്ഞപ്പോൾ അതിന് നമ്മുടെ തുറമുഖ വകുപ്പ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതെന്ന് പറയുന്ന ശ്രീ വാസവൻ വളരെ വിവരമുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് കേട്ടോ. അദ്ദേഹം പറഞ്ഞത്, ഇത് മന്ത്രിസഭയുടെ ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികമാണ്, അതിൻ്റെ ചടങ്ങാന്ന് പറഞ്ഞു. എന്ത് മണ്ടത്തിലോ പറഞ്ഞെന്നറിയോ? അത് അങ്ങ് പറഞ്ഞു പോയി. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ 4ാം വാർഷികത്തിന് ആണോ പ്രധാനമന്ത്രി വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കാര്യം തീർന്നു. അപ്പോൾ പ്രധാനമന്ത്രി വരുന്ന ചടങ്ങാണ്. ഇതിന് ഇത്രത്തോളം പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല. അവിടെ ആരെങ്കിലും വിളിച്ചോ പോയോ കണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും കാര്യമില്ല. പിന്നെ ഇപ്പോൾ അതിന് രസകരമായ കാര്യം, അദ്ദേഹം പറഞ്ഞ കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന്. അതായത് കേന്ദ്ര ഗവൺമെൻറ് ഷിപ്പിംഗ് മന്ത്രാലയത്തിൽ നിന്ന് ഇതിൻ്റെ നോട്ടീസ് പരസ്യം ചെയ്തിട്ടുണ്ട്.
ഈ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ഈ ചടങ്ങിനെ സംബന്ധിച്ചിടത്തോളം. അതിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേര് പോലും ഇല്ല. അതാണ് രസം. പടം പിന്നെ വെക്കാൻ പറ്റത്തില്ല. കാരണം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിലാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ഒരു ചടങ്ങിലാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ഇവരുടെ മാത്രം പടങ്ങളെ അങ്ങേയറ്റം വെക്കാൻ പാടുള്ളൂ. വേറെ ഒന്നും പടം വെക്കാൻ പാടില്ല. അപ്പം അതുപോലും അറിയാൻ വയ്യാതാണ് ഇവിടെ കിടന്ന് ഈ ബഹളവും ഇതും വായ്ത്താരിയൊക്കെ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് വേറെ ആരുടെയും പേര് പോലും വെച്ചിട്ടില്ല എന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത്, വി ഡി സതീശനെ ഇവിടുന്ന് ഇതിനകത്തുനിന്ന് ഒഴിവാക്കാനുള്ള ഈ വ്യഗ്രത കാണിച്ചപ്പോൾ നമ്മുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രിയുടെ പേര് പോലും ഇല്ല. ഇതാണോ നിങ്ങളുടെ 4ാം വാർഷികം? അപ്പോൾ ആ രീതിയിലുള്ള കാഴ്ചപ്പാട് പാടില്ല. പിന്നെ ഇതിന് ഈ ബഹളമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. എങ്ങനെയായാലും വന്ന് നമ്മുടെ ഒരു വലിയ പ്രോജക്റ്റാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അനന്ത സാധ്യതകളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. വിഴിഞ്ഞത്തിൻ്റെയൊക്കെ ആ ഡെവലപ്മെൻ്റ് എന്നൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് തിരുവനന്തപുരം മേഖലയുടെ തന്നെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ, അത്ര കൂടുതൽ വികസനമാണ് വരാൻ പോകുന്നത് ഈ കാര്യത്തിൽ. കാരണം നമ്മുടെ ഇന്ത്യയിലുള്ള വേറെ മറ്റ് പോർട്ടുകൾക്കൊന്നും ഈ സൗകര്യമില്ല. ഇത് വരാൻ പോകുന്നത് കൊളംബോയോടും സിംഗപ്പൂരിനോടും ആണ് കിടപിടിക്കുന്ന വിധത്തിലുള്ള ഒരു ഇൻ്റർനാഷണൽ സീ പോർട്ടാണ്. അപ്പോൾ അത് വരുന്ന ഉടനെ ഇവിടെ വല്ലാർപാടത്തെ പ്രോജക്റ്റ് മുങ്ങിപ്പോകത്തൊന്നുമില്ല. കാരണം ഇത് രണ്ടും കൂടെ ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ഷിപ്മെൻറ്റ്, ട്രാൻസ്ഷിപ്മെൻറ്റ് ഇത് നന്നായിട്ട് നടക്കുള്ളൂ. അപ്പം അതുകൊണ്ട് വല്ലാർപാടത്തെ പ്രോജക്റ്റ് മുങ്ങിപ്പോകും എന്നുള്ള ഭയവും ആർക്കും വേണ്ട. അതിനും ഉയർച്ചയേ ഉള്ളൂ ഇതുമൂലം ഉണ്ടാകുന്നത്. കാരണം കൂടുതൽ കപ്പലുകൾ ഇങ്ങോട്ട് ആശ്രയിക്കും നമ്മുടെ രാജ്യത്തോട്ട്. മറ്റേത് ഇപ്പോൾ കൊളംബോയിലൊക്കെ പോയാണ് മദർഷിപ്പ് സാധനം ഇറക്കുന്നത്. എന്നിട്ട് അവിടുന്ന് ചെറിയ കപ്പലുകളിലാണ് ഈ മറ്റ് പോർട്ടുകളിൽ, ഇന്ത്യയുടെ മറ്റ് പോർട്ടുകളിൽ കൊണ്ടുപോകുന്നത്. ഇനി അതൊന്നും ആവശ്യമില്ല. മദർഷിപ്പിന് സിംഗപ്പൂരിൽ അല്ലെങ്കിൽ സിംഗപ്പൂർ പോകണം. ഇപ്പം മദർഷിപ്പിന് സിംഗപ്പൂരിലും കൊളംബോയിലും ആ പോകുന്നത് പോലെ അതേ സാധ്യതയിൽ നേരെ ഇങ്ങ് വരാം. അപ്പോൾ അതാകുമ്പോൾ മാത്രമല്ല ഇവിടെ വന്നാൽ ലാഭവുമാണ്. അപ്പോൾ വലിയ കപ്പൽ കമ്പനികളൊക്കെ, ഏജൻസികളൊക്കെ ഇങ്ങോട്ട് നമ്മുടെ ഈ വിഴിഞ്ഞത്തേക്കും വല്ലാർപാടത്തേക്കും കൂടുതൽ ആകർഷിക്കപ്പെടും. കാരണം വിഴിഞ്ഞത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ, വെറും 10 നോട്ടിക്കൽ മൈലേ ഉള്ളൂ ഇൻ്റർനാഷണൽ കപ്പൽശാലയിൽ നിന്ന്. അപ്പോൾ അത് വലിയ സാധ്യതകളാണ് നമ്മുടെ രാജ്യത്തിന് തുറക്കുന്നത്. അതുകൊണ്ട് ആര് പങ്കെടുത്തില്ല എന്നുള്ളത് പ്രശ്നമല്ല. ഏതായാലും സർസിപി ആലോചിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് പിന്നെ വെട്ടേറ്റാണ് അദ്ദേഹം ഈ മടങ്ങിയത്, ഇത് നിർത്തിവെച്ചത്. ആ പ്രോജക്റ്റ് ഇങ്ങോട്ട് തുടങ്ങാനിരുന്ന പ്രോജക്റ്റാണ്. ഇപ്പോഴെങ്കിലും അത് യാഥാർത്ഥ്യമാകുന്നത് വളരെ ഭാഗ്യമാണ് എന്ന് മാത്രം കരുതുക. അതിന് ഇടയിൽ ഇതുപോലുള്ള അസ്വാരസ്യങ്ങളൊന്നും വേണ്ട കേട്ടോ. അത് എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഇങ്ങനെയുള്ള ഒരു പ്രോജക്റ്റിന് വേണ്ടി നിൽക്കുക, അത്രയേ ഉള്ളൂ.